ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാന്വയോദ്ഭൂതനാകിയ രാമനും ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരിമുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാകിയായിതു ദുഃഖമുൾക്കൊണ്ടിരിക്കുമാറായിതു. സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാക്കിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീരചാപാശ്വരധാദികൾ വാനവന്മാരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾകെന്നോടു സാദരം അന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോകസമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഗൗവ്യഹവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനം അകമ്പുക്കുശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉത്ഥിതമായൊരു ഹോമധൂമം കണ്ടു രാവണസോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ. ഹോമം കഴിഞ്ഞുകൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുലവീരരെ. ശ്രീരാമസുഗ്രീവശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറിക്കടന്നിങ്ങു രാവണമന്ദിരം പുക്കു. പുരപാലകന്മാരെയും കൊന്നു മർക്കടവീരർ ഒരുമിച്ചനാകുലം. വാരണ വാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാത്സരമാ നിജകരസംജ്ഞയാ സൂചിപ്പിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമ ഗുഹാദ്വാരബന്ധന പാഷാണം ആമയഹീനം പൊടിപെടുത്തങ്കദൻ. തത്ര ഗുഹയിലകമ്പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിൽ ഇറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും അപ്പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാരസഞ്ചയം. കുണ്ഠത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം. ക്രീഡയാ
വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തന്മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ വിസ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭവാനോളം ഇല്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലിട്ടാശു കപിവരർ എന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ടു പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവം ഓർക്കിൽ ജളമതേ എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതം ഇനി എന്തോന്നു ദുർമതേ ജീവിതാശ തേ ബലീയസി മാനസേ ഹാ വിധിവൈഭവം എത്രയുമദ്ഭുതം അർദ്ധം പുരുഷനു ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും നാണവും പത്നിയും വേണ്ടീലവന്നു തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം അംഗദൻ തന്നോടടുത്താൻ അതു കണ്ടു തുംഗശരീരികളായ കപികളും നക്തഞ്ചരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നീടിനാർ ഹോമം അശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിയിടിനാർ മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞീടു നീ ജ്ഞാനവിനാശനം ശോകം അറിക നീ അജ്ഞാനസംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാനസംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം ശോകഭയക്രോധ ലോഭമോഹസ്പൃഹാരാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെക്കളക നീ ജ്ഞാനസ്വരൂപൻ ആത്മാ പരനദ്വയൻ ആനന്ദപൂർണസ്വരൂപൻ അലേപകൻ ഒന്നിനോടില്ല സംയോഗമതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവൻ അല്ലായിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടും എന്നാൽ ഗതിയും വരും വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടിത്തം പറഞ്ഞാളതു നേരം
രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കൽ എന്നു ധരിക്ക നീ. സാക്ഷാത് പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ധരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മഞ്ഞിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായോരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും 3 അടിയായളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമൻ ഇവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതും എന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യുഭവിപ്പാനുമായി നീയവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ. നിർലജ്ജനാകയാൽ മൂഢ ജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനിക്കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരീ വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാൻ അതു നേരം പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യുവരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതു ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാത്ത ചതുരംഗസേനയും 10 പടനായകന്മാരൊരുമിച്ചു 10 കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കപികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവനാനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി നിശാചരർക്കൊക്കവേ.
ദ്വാദശ നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോടു രഘൂത്തമൻ അസ്ത്രം വരിഷിച്ച നേരം ആർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനര മേദിനീ വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണുമരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിഷീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാക്കകൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു. ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ആകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തിരിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താത സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപസോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റം അതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യുവരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കേ നന്നു തോന്നുന്നതെത്രയും. ഉണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാൻ അതു തൻ മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും. എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു ഞാൻ വല്ലായ്മ ചെയ്തതും എല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദം അടക്കിനാനേറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും. ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും. പാരം ഗുരുജനദോഷവുമുണ്ടിവന് ആരോടുമില്ല കൃപയുമൊരിക്കലും. ഇമ്മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മെയും
ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനുമതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരരും. രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിലുഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും. കൊന്നതു കണ്ടു വിരൂപവിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കപിരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനുമത വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പുക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും. മൃത്യുപുരത്തിനയച്ചതു കണ്ടതി ക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അംഗദൻ കൊന്നാൻ അവനെയുമന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും. പോർമദത്തോടും അടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ. രാമനും ഐന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താൻ അതു വന്നളവാതുരന്മാരായിതാശു കവികളും. വാരണസൂകര കുക്കുടക്രോഷ്ടുക സാരമേയോരക സൈരിഭവായസ വാനരസിംഹ രുരുവൃകാക ഗൃധ്രാനനമായി വരുമാസുരാസ്ത്രാത്മകം. മുദ്ഗരപട്ടസ ശക്തിപരശ്വധ ഖഡ്ഗശൂലപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രം എയ്താൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമാം അൽപേതരായുധം കാണായിതന്തികേ. ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും. സൗര്യാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആഖണ്ഡലവൈരിയും. ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പൂരുഷനാകിയ രാഘവൻ. 100 ശരങ്ങൾ എയ്താൻ അതുകൊണ്ടുടൽ കീറിമുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണനേഴു ശരങ്ങളാൽ ഊക്കോടു തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗദ കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാൻ അതുനേരം ദശാനനൻ. ഭൂതലേ ചാടി വീണ് ആശു വേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു
ബാണങ്ങൾ മൂന്നും കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു മൂന്നു നുറുങ്ങി മഹീതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരു വേൽ. കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പുക്കു ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ. രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ. ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെത്തതാ. രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ. വിത്രസ്തനായി തത്ര വീണുകുമാരനും വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറിപ്പതിനാർക്കും കപികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ. തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ ജഗത്പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാദരാൽ ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊള്ളിൻ വിഷാദിക്കരുതേതും. ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ. കല്യാണമുൾക്കൊണ്ടു കണ്ടുകൊള്ളിൻ നിങ്ങൾ എല്ലാവരുമിന്നു മത്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടുമൊരുമിച്ചു വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖനായിതു. രാവണനും ബത രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി. രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡവംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികളെന്നിവയുള്ള നാൾ പോകാത കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവൻ ഒരായുധപാണിയെന്നാകിൽ നിസംശയം. ദേവാസുരോരകചാരണ താപസരേവരും കണ്ടറിയേണം മമ ബലം. ഇത്തം അരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹമുൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവരാവണന്മാർ തമ്മിലന്യോന്യം മേഘങ്ങൾ മാരിചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആധിമുഴുത്തു രഘുകുലനായകൻ. താരേയ താതനോടരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി. ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ. നിൽപ്പാനുമേതുമരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നിതുമേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവം അരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു
ചൊല്ലിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കും ഏതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച നിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നെ കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നീടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ. കുമാരനാലസ്യം തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം. സത്യം തപോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘൂത്തമൻ രക്ഷോവരനോടെതിർത്താനതിദ്രുതം. തേരും ഒരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിയിടിനാൻ. പാരിൽ നിന്നിക്ഷ്വാകുവംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും പോരതിഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘൂത്തമനുണ്ടെന്നു നാരദാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ. മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താൻ അതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിൽ ഇഴിഞ്ഞു ചൊല്ലിടിനാൻ. രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്രശാസനയ വിടകൊണ്ടിതു തേരതിലാശു കരേറുക പോരിനായി മാരുതതുല്യ വേഗേന നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലാം മാറുകരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലാം മാറൊന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമെയ്തിയിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും. ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രം എയ്തു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങൾ എയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘൂത്തമൻ. കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസീനന്ദനായ വിഭീഷണൻ. ശോകാതിരേകം വളർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതു. കാലപുരത്തിനയപ്പനിനിയെന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും. അസ്ത്രങ്ങൾ കൊണ്ടു തടപൊറാഞ്ഞോർത്തുടൻ വൃത്രാരി തന്നെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ.
സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിൽ ഒഴിച്ചു നിർത്തിയിടിനാരന്നേരം. ആലസ്യമൊട്ടകന്നോരു നേരം തത്ര പൗലസ്ത്യനും സൂതനോടു ചൊല്ലിയിടിനാൻ, എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ? അന്ധനായി ഞാനത്ര ദുർബലനാകയോ? കൂടലരോടെതിർത്താൽ ഞാൻ ഒരുത്തനോടോടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്കിനി രാമനു നീയതി ബാന്ധവനെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ, രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മത്സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ല മേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരം ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെക്കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താൻ അറിയേണം മഹാരഥന്മാരുടെ സാദവും വാജികൾ സാദവും, വൈരികൾക്കുള്ള ജയാജയകാലവും, പാരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവൻ അല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ. എന്നതു കേട്ടു തെളിഞ്ഞധ രാവണൻ ഒന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരടുത്താശു കൂട്ടിയിടുക, പിന്നോക്കമില്ലിനിയൊന്നു കൊണ്ടുമെടോ. ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ. സൂതനും തേരതിവേഗേന പൂട്ടിനാൻ, ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റം അണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ.